റായ്ചൂരിൽ ഒരു യുവ ഡോക്ടറെ കൊലപ്പെടുത്തിയത് വളരെ നിസ്സാര കാരണത്തിനാണ്. പിറന്നാൾ പാർട്ടിയുടെ പേര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പുറത്തിറക്കിയായിരുന്നു ആ കൊലപാതകം. റായ്ചൂർ നഗരത്തിലെ ജാഹിറാബാദ് പ്രദേശത്തെ മാവിനാക്കരയ്ക്ക് സമീപം അർദ്ധരാത്രിയോടെയാണ് ഈ കൊലപാതകം നടക്കുന്നത്. ജാഹിറാബാദ് പ്രദേശത്തെ ഓട്ടോ ഡ്രൈവറും താമസക്കാരനുമായ 22-കാരനായ വിശാലാണ് മരിച്ചത്. വിശാലിനെ കൊന്നതാകട്ടെ വളരെ നിസ്സാരമായ ഒരു കാരണത്തിനാണ്. വിശാലിന് 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, ബസവരാജും രാജുവും. ഇവർ ഇരുവരും ചേർന്ന് വിശാലിന്റെ മറ്റൊരു സുഹൃത്ത് സുനിലിനെ അധിക്ഷേപിക്കുന്നു. അന്നേ ദിവസം വൈകുന്നേരത്തോടെ വിശാൽ ഈ സംഭവമൊക്കെ അറിയുകയാണ്. തന്റെ സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ സംഭവത്തെപ്പറ്റി ഇരുവരോടും ചോദിക്കാൻ വിശാൽ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ വിശാൽ ബസവരാജുവിനോടും രാജുവിനോടും ഇക്കാര്യം ചോദിച്ചത് അവർക്കത്ര ഇഷ്ടമായില്ല. ഇതിൽ പ്രകോപിതരായ രാജുവും ബസവരാജുവും ചേർന്ന് വിശാലിനെ കൊന്നുകളയാൻ തീരുമാനിച്ചു. അതിനിരുവരും കണ്ടെത്തിയ മാർഗമാണ് അതിലേറെ ഞെട്ടിക്കുന്നത്. വീട്ടിൽ നിന്നും വിശാലിനെ പുറത്തിറക്കാനായി ഇരുവരും ചേർന്ന് പിറന്നാൾ പാർട്ടിയുടെ പേര് പറഞ്ഞ് അയാളെ ഫോൺ വിളിച്ചു. വിളിക്കുന്നത് ഉറ്റ സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ മറുത്തൊന്നും ചിന്തിക്കാതെ ആ മനുഷ്യൻ അവർക്കൊപ്പം പോവുകയും ചെയ്തു. എന്നാൽ ഈ കൂടിക്കാഴ്ചയ്ക്കിടെ സുനിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും തർക്കമുണ്ടായി. ഇതിൽ മൂവരും തമ്മിലുള്ള ചൂടേറിയ സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ആ തക്കം നോക്കി ഈ സുഹൃത്തുക്കൾ ഇരുവരും ചേർന്ന് വിശാലിനെ കത്തികൊണ്ട് അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തി. ഇത്ര കാലവും വിശ്വസിച്ച് കൂടെ നിന്ന സുഹൃത്തുക്കളുടെ കൈകൊണ്ട് തന്നെ അതിക്രൂരമായി വിശാൽ എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു. കൊലപാതകത്തെക്കുറിച്ച് വിശാലിന്റെ സഹോദരിയായ മേഘ പറഞ്ഞത് ഇങ്ങനെയാണ്. ಮನೆ ಕಡೆ ಇದ್ದು ಅವನ್ನ ಫೋನ್ ಮಾಡಿ ಕರ್ಕೊಂಡು ಹೋಗ್ಯಾರ. ಅವ್ನು ಏನ್ ಕರ್ಕೊಂಡು ಹೋಗ್ಯಾನ, ಫೋಟೋ ಗೀಟೋ ಎಲ್ಲ ಐತೆ. ಅವನ್ನ ಕರೆಸಿ ಎಲ್ಲ ವಿಚಾರ ಮಾಡಬೇಕು, ಏನೇನು ಮಾಡ್ಯಾರ ಏನೇನಿಲ್ಲ ಅಂತ. ನಮ್ಮ ತಮ್ಮನ ಕೊಲ್ಲಿದವ್ರನ್ನ ಮಾತ್ರ ಬಿಡಂಗಿಲ್ಲ. ಅವರಿಬ್ಬರು ಬಂದು ಸರೆಂಡರ್ ಆಗ್ಯಾರಂತ. ನ್ಯಾಯ ಕೊಡತನ ನಾವು ಬಿಡಂಗಿಲ್ಲ. ಇಲ್ಲ ನ್ಯಾಯ ಏನು ಸಿಕ್ಕಂಗಿಲ್ಲ ಅಂದ್ರೆ ನಾನು ಆಸಿಡ್ ಹಾಕೊಂಡು ಏನನ್ನ ಹಾಕೊಂಡು ಪೆಟ್ರೋಲ್ ಹಾಕೊಂಡು ಸತ್ತೋಗ್ಬಿಡ್ತೀನಿ. ನನಗೆ ಬೇಕಿದ್ರೆ ನ್ಯಾಯ ಬೇಕು ನಮ್ಗೆ. ഇങ്ങനെയാണ് സഹോദരി പറയുന്നത്. സഹോദരി പറയുന്നതനുസരിച്ച് വീട്ടിൽ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിശാലിന് സുഹൃത്തുക്കളുടെ ഫോൺ കോൾ വരുന്നത്. പിന്നീട് വീട്ടിൽ നിന്ന് പോയ വിശാലിനെ രാത്രി 11 മണിവരെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു. പിന്നീട് വിളിച്ചപ്പോൾ വിശാലിന്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അവൻ തിരിച്ചു വരാനായി ഉറക്കമിളിച്ച് കാത്തിരുന്ന ആ വീട്ടുകാർക്കും വ്യക്തമായി അറിയില്ല. സംഭവത്തെക്കുറിച്ച് ജില്ലാ പോലീസ് സൂപ്രണ്ട് പറയുന്നത് ഇങ്ങനെയാണ്. പുലർച്ചെ 1 മണിയോടെയാണ് വിശാലിനെ ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തുന്നത്. 3 സുഹൃത്തുക്കളും തമ്മിൽ ആദ്യം വാക്ക് തർക്കമുണ്ടായി. അത് പിന്നീട് അക്രമത്തിലേക്ക് നീങ്ങി. തർക്കങ്ങൾക്കൊക്കെ ഒടുവിൽ വിശാലിനെ അവർ കൊലപ്പെടുത്തി. ಇವತ್ತು 24 ಜನವರಿ 2026 ಮುಂಜಾನೆ ಸುಮಾರು 12 ಗಂಟೆಗೆ ನಮಗೆ ಪೊಲೀಸ್ ಇಲಾಖೆಗೆ ಮಾಹಿತಿ ಬರುತ್ತೆ ಕಿ ಒಬ್ಬರು ಮರ್ಡರ್ ಆಗಿದೆ ಅಂತ. ಅಲ್ಲಿ ನಮ್ಮ DSP ಅವರು ಮತ್ತೆ ಸಬ್ ಇನ್ಸ್ಪೆಕ್ಟರ್ಸ್ ಇಂದ ಹೋಗಿ ಸ್ಪಾಟ್ ಮಾಡಿದಾಗ ಒಬ್ಬರು ಶ್ರೀ ವಿಶಾಲ್ ಅವರು ತೀರ್ಕೊಂಡಿರ್ತಾರೆ. ಆ್ಯಂಡ್ ಅಲ್ಲೇ ನಮ್ಮ ಎಲ್ಲ ಪೊಲೀಸ್ ಅಧಿಕಾರಿಯವರು ಗಸ್ತಲ್ಲಿರುವಾಗ ಇಬ್ಬರು ಆರೋಪಿಗಳು ಶ್ರೀ ರಾಜು ಮತ್ತು ಶ್ರೀ ಬಸವರಾಜು ಅವರನ್ನು ವಶಕ್ಕೆ ತೆಗೆದುಕೊಂಡು ಅವರನ್ನು ವಿಚಾರ ಮಾಡಿದಾಗ ಅವರು ಮರ್ಡರ್ ಮಾಡಿದ್ದಾರೆ ಅಂತ ಒಪ್ಕೊಂಡಿರ್ತಾರೆ. ಈ ಘಟನೆಯ ನಂತರ ನಾವು ಆರೋಪಿಗಳನ್ನ ಮತ್ತೆ ಹೆಚ್ಚುವರಿಯಾಗಿ ವಿಚಾರಣೆ ಮಾಡಿದಾಗ ಇವರು ಈ ಹಿಂದೆ ಮಿಸ್ಟರ್ ರಾಜು ಅವರು ಮಿಸ್ಟರ್ ವಿಶಾಲ್ ಅವರ ಹತ್ರ ಬೈಕ್ ಕೇಳಿರ್ತಾರೆ. ಬೈಕ್ ಅದೇನೋ ಕೊಟ್ಟಿರಲ್ಲ. ಅದಾದಮೇಲೆ ಅವರು ಫ್ರೆಂಡ್ ಯಾರೋ ಸುನೀಲ್ ಅಂತ ಇದ್ದಾರೆ, ವಿಶಾಲ್ ಫ್ರೆಂಡ್, ಅವ್ರಿಗೆ ಕೂಡ ಬೈದಿರ್ತಾರೆ. ಸೊ ಅದ್ರ ಬಗ್ಗೆನೂ ಸ್ವಲ್ಪ ಅವರು ಇಬ್ಬರು ಮಧ್ಯದಲ್ಲಿ ಜಗಳ ಇರುತ್ತೆ. ರಾಜು ಮತ್ತೆ ಹೇಳಿರ್ತಾನೆ ವಿಶಾಲ್ಗೆ, ನಾವೆಲ್ಲ ಮಾವಿನಕೆರೆ ಕಡೆ ಕೂತಿರ್ತೀವಿ, ನೀವು ಯಾವಾಗ ಬಾ ಅಂತ. ഏതായാലും സ്വന്തം സുഹൃത്തിനെ ഇത്ര നിസ്സാര കാരണത്തിന് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ആ 2 സുഹൃത്തുക്കളും അധികം വൈകാതെ തന്നെ പോലീസ് പിടിയിലായി. സംഭവവുമായി ബന്ധപ്പെട്ടുള്ള മറ്റന്വേഷണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.